ഉമ്മച്ചി എന്ത് ചെയ്തു, മേലേക്ക് ഓടി വന്നിട്ട് എന്നെ തട്ടി വിളിച്ചു. കുടോ വെള്ളം കയറി, വേഗം വാതിൽ തുറക്കുക. ഞാൻ വാതിൽ തുറന്നതും സീലിംഗ് എല്ലാം കൂടി പൊളിഞ്ഞ് തലയിൽ കൂടെ വീഴാൻ തുടങ്ങി. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ അടുക്കള ഭാഗം ഒലിച്ചു പോകാൻ തുടങ്ങി, വീടിൻ്റെ ഒരു സൈഡ് ഇടിയാൻ തുടങ്ങി. 21 വർഷം കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയൊരു പുരയായിരുന്നത്. അത് 4 മിനിറ്റും കൊണ്ട് അത് പൊളിഞ്ഞ് എല്ലാം പോയി. ഒന്നുമില്ലാതെ പൂജ്യത്തിൽ നിന്ന് തുടങ്ങണേ. ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ദുരന്ത വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന ചില മുഖങ്ങൾ മനസ്സിലിങ്ങനെ ഉടക്കിക്കിടക്കും. അത്തരത്തിലൊരു മുഖമായിരുന്നു ഷഹാനയുടേത്. ഈ ദുരന്തം സംഭവിച്ച് 1 വർഷമാകാറാവുമ്പോൾ ഷഹാന എന്ത് ചെയ്യുന്നു? ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് അച്ഛനോടൊപ്പം പറഞ്ഞ പെൺകുട്ടിയാണ് ഷഹാന. ഷഹാന ഇപ്പോൾ ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. 1 വർഷം ആറാകുന്നു. ഷഹാനയുടെ ജീവിതത്തിൽ വന്ന മാറ്റം അതിന്ന് ഒക്കെ റിക്കവറായിട്ട് വരുന്നു. പൂർണ്ണമായിട്ട് റിക്കവർ ആയിട്ടില്ല. പക്ഷെ സൗണ്ട് പേടിയായി ഇപ്പോൾ ഭയങ്കരമായിട്ട്. ഇപ്പൊ പെട്ടെന്ന് പിന്നിൽ നിന്ന് ഒരാൾ വിളിക്കുന്നത് പോലെ എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ്. ശബ്ദത്തിനോടൊരു പേടി വരാൻ കാരണം അന്നത്തെ ആ ഒരു മുഴക്കമാണോ? പൊട്ടി വരുന്ന സൗണ്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഉമ്മച്ചിയാണ് ഇതൊക്കെ കണ്ടത്. ഇന്ന ഉമ്മച്ചിയാണല്ലോ വന്ന് വിളിക്കുന്നത്. പക്ഷെ ഡോർ തുറന്നിട്ട് ബാക്കിയുള്ള സംഭവങ്ങള്, ശബ്ദം, വെള്ളം ഒലിക്കുന്ന, വെള്ളം ഇങ്ങനെ പൊന്തുന്ന, അത് പെട്ടെന്ന് നമുക്ക് മൈൻഡിലേക്ക് വരും. പക്ഷെ ആ ഒരു സമയത്ത് നമുക്കൊരു പേടിയായിരിക്കും. അന്ന് എസ്കേപ്പ് ജെ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ വെച്ചിട്ട് ഉപ്പായിക്ക് ധൈര്യം കൊടുത്തിരുന്നു. ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ എനിക്ക് ധൈര്യം തരുന്നു. അതെ, പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ. പക്ഷെ എത്ര കഴിഞ്ഞാലും നമ്മൾ ജനിച്ചു വളർന്ന വീട് നമ്മളെ നാടൊക്കെയാണ്. അപ്പോൾ അത് എത്ര നമ്മൾ മറക്കാൻ ശ്രമിച്ചാലും മറക്കാൻ പറ്റൂല. 2 നില വീടല്ലായിരുന്നു അന്ന്. അത് പോയി. അപ്പോൾ ഇനി ആ സ്ഥലത്തേക്ക് പോകാനും പറ്റില്ല. പിന്നീട് പോയോ അങ്ങോട്ട്? അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഉമ്മച്ചി ഞാനും കൂടി പോയിട്ടുണ്ടായിരുന്നു. എത്താത്തി ഉണ്ടായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ അത്രയും കാലം ജീവിച്ചുള്ള നാടേ അല്ല അത്. പാടെ മാറിപ്പോയി, എല്ലാം മാറി. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന രാത്രി കൊണ്ട് എല്ലാം സ്വന്തമായിട്ടൊരു വീടില്ല, നമുക്കൊരു അഡ്രസ്സില്ല, പെർമനന്റ് അഡ്രസ്സില്ല. അഡ്രസ്സ് ഉണ്ടായതൊക്കെ അവിടെയല്ലേ, എല്ലാം ഒക്കെ പോയില്ലേ. ഇവിടെ വാടക താമസിക്കുന്നത്? വാടക 6000 സർക്കാർ കൊടുക്കും. സർക്കാർ തരും. ബാക്കി 2000 നമ്മൾ കയ്യിൽ പോകും. ബാങ്കിലെ ജോലി സ്ഥിരമാണോ? ഇല്ല, ഡെയിലി വേജ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അന്ന് എന്നോട് പറഞ്ഞ ബാങ്ക് കോച്ചിങ് നടത്തുകയായിരുന്നു. ബാങ്ക് കോച്ചിങ് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ വർക്കും ചെയ്യുന്നുണ്ട്. ഉപ്പ എത്ര നാൾ മുമ്പ് പോയി അങ്ങോട്ട്? ഉപ്പച്ചി ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ തന്നെ പോയി. വീണ്ടും സ്വരുക്കൂട്ടാനായിട്ട് പോയതാണ്. ഉപ്പച്ചിൻ്റെ ഒരു കഷ്ടപ്പാടാണ് ആ വീട്. 1 വർഷമായിട്ടുള്ളൂ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ആ വീടിൻ്റെ. അപ്പോത്തിന് ഉരുളും കൊണ്ടുപോയി. അതിജീവനത്തിന്റെ പാതയിലാണല്ലോ. എന്താ ഒരു ആഗ്രഹം? ഇനി പഠിച്ചൊരു ജോലി വാങ്ങിച്ച് സ്വന്തം കാലിൽ നിൽക്കണം. ഉമ്മ ഒരു ഷോക്കിൽ നിന്ന് മാറിയോ? ഉമ്മച്ചി ഇപ്പൊ ഞാൻ ഓഫീസിൽ പോകുന്നതുകൊണ്ട് എൻ്റെ ഒരു ദിവസം അങ്ങനെ പോകും. പക്ഷെ ഉമ്മച്ചിൻ്റെ അങ്ങനെയല്ല. ഉമ്മച്ചി ഒരു ദിവസം ഇവിടെ ഒറ്റയ്ക്കിരിക്കണം. എന്നോട് പറയും, ഒറ്റയ്ക്കിരുന്ന് മതിയായി എനിക്ക് അറിയും. കാരണം അത്രയും അവിടെ ഉമ്മച്ചി അങ്ങനെ ആക്റ്റീവായി നടന്നിട്ട് ഇവിടെ പെട്ടെന്ന് ഒതുങ്ങിയ പോലായിപ്പോയി. ഞാൻ ചില സമയത്ത് ഇങ്ങനെ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം വരിക, എനിക്ക് എൻ്റെ റൂമിൽ എൻ്റെ കട്ടിലൊന്ന് എനിക്ക് കിടന്നുറങ്ങണമെന്ന്. എനിക്കിപ്പോൾ ചില സമയത്ത് ഭയങ്കരമായിട്ട് ആഗ്രഹം വരും. കാരണം വാടക വീട്ടിലല്ലേ, എത്രയാലും നമ്മുടെ സ്വന്തം വീട് നമുക്ക് മിസ് ചെയ്യും. ഷഹാനയുടെ ഒരു സ്വപ്നം ആ പഴയ മുറിയും കട്ടിലും ഒക്കെയാണ്. പക്ഷേ ഒരു നല്ല ജീവിതം ഷഹാനയ്ക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഒരു നല്ല വീട്, 2ാമത് സ്വപ്നം ബാങ്കിലൊരു ജോലി, ഇതൊക്കെ നടക്കും. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ക്യാമറമാൻ ശരത്തമ്പാട്ടുകാവനും ബിനീഷുമൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.